ഈ ഒരു പ്രതിസന്ധി നമ്മൾ പരിഹരിക്കാതെ നാമം ചൊല്ലിയിട്ട് എന്താ കാര്യം? നാമം ചൊല്ലുന്നതിൽ എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല, എനിക്ക് മനസ്സുറപ്പിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു സമസ്യ എനിക്ക് പരിഹരിക്കണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? 3 വാക്കുകൾ നമ്മൾ പഠിക്കണം. എത്ര? 3 വാക്കുകൾ. രാവിലെ എണീറ്റാൽ ഈ 3 വാക്കുകളും നിങ്ങളുടെ തലയിലുണ്ടാവും. ഇനി ഇന്ന് മുതൽ മറക്കരുത്, ദിവസവും നമ്മൾ ഓർമ്മിപ്പിക്കണം. ഇതെല്ലാവരും ഡെയിലി ചൊല്ലണം. ഒരാൾ മരണതുല്യമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ മറികടക്കാൻ അയാൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എത്തി നിൽക്കുന്നത് പരീക്ഷിത്ത് മഹാരാജാവിന് പാപം ചെയ്തു, ശാപം കിട്ടി. പാപമുണ്ടോ? ശാപമുണ്ടോ? പരീക്ഷിത്ത് മഹാരാജാവ് പ്രായോപവേശം ചെയ്യാനായി ഗംഗയുടെ തീരത്ത്, ഭാഗീരഥിയുടെ തീരത്തെത്തി. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക പർണശാല തയ്യാറാക്കി. രാജാവ് പർണശാലയ്ക്കകത്തിരിക്കുന്നു. അന്നത്തെ മഹാന്മാര്, ഭാരതത്തിലെ സന്യാസിവര്യന്മാരൊക്കെ അവിടെ എത്തിച്ചേർന്നു. അവരെല്ലാവരും പരീക്ഷത്തിനെ കൊണ്ട് നാമം ചൊല്ലിക്കുകയാണ്. പക്ഷെ പരീക്ഷത്തിന്റെ ഉള്ളിൽ, അതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്, ഈ നാമജപങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒരു യാഥാർത്ഥ്യം അദ്ദേഹത്തെ വേട്ടയാടി. അത് മനുഷ്യ മനസ്സിന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ എത്ര നാമം ചൊല്ലാൻ ശ്രമിച്ചാലും, നിങ്ങൾ എത്ര അമ്പലത്തിൽ പോയാലും, ഇഫ് യു ആർ സ്റ്റക്ക് വിത്ത് സർട്ടൺ തിങ്സ്, സം പ്രയോറിറ്റീസ്, എന്തെങ്കിലും പ്രാധാന്യമുള്ള കാര്യം, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യം, നമ്മളെ അപ്സെറ്റ് ആക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ വളരെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം, ഇത് മനസ്സിലുള്ളിടത്തോളം കാലം നാമത്തിൽ മനസ്സ് നിൽക്കില്ല. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പുതിയൊരു ചെരുപ്പിട്ടിട്ട് അമ്പലത്തിനകത്ത് പോയാൽ പോലും മനസ്സ് ഭഗവാനിൽ നിൽക്കില്ല. ഇത് തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുമോ? വല്ലവരും പറയാതെടുത്തു കൊണ്ടുപോകും. ഒരു ചെറിയൊരു ആശങ്ക ഉണ്ടാവുമോ? എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ മഴയൊക്കെ അല്ലേ, കുടയൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോയി, കുട പുറത്തു വെച്ചിട്ട് അകത്ത് തൊഴാൻ പോയി. തിരിച്ചു വരുമ്പം നിങ്ങൾ ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ സത്യം പറയണം. 100% അവിടെ ആ ഭക്തിയിലുണ്ടാവോ, കൊടയിലുണ്ടാവോ? ഉണ പറയരുത്. ഏതിലുണ്ടാവും? അതന്നെയാ സ്വഭാവം. അതാണ് നമ്മൾ നേരെയാവാത്തതിൻ്റെ കാരണം. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മനസ്സ്, ഞാൻ എന്തിനു തെറ്റ് ചെയ്തു? ഞാൻ ആ സമയത്ത് എന്ത് പ്രലോഭനത്തിൽപ്പെട്ടു? എനിക്കെന്തേ ആ മഹാത്മാവിനെ തിരിച്ചറിയാൻ പറ്റാതെ പോയത്? ഞാൻ എന്താ കോൺസിക്വൻസിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ പോയത്? ഇതിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. അദ്ദേഹം മഹാത്മാക്കളോടൊക്കെ പറഞ്ഞോ, ഞാൻ നാമം ചൊല്ലുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സ് നാമത്തിലല്ല. എൻ്റെ മനസ്സിനെ നാമത്തിൽ പിടിച്ചു നിർത്താൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം മനസ്സിലൊരു 100 ചോദ്യങ്ങളുള്ളപ്പോൾ മനസ്സൊരിക്കലും നാമത്തിൽ നിൽക്കില്ല. ഇപ്പം നമ്മുടെ കുട്ടികൾ നോക്കൂ, അവർക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയം അവർക്ക്, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് ഫിസിക്സ് ഇഷ്ടമല്ലേ ആയിരിക്കുക. അവരോട് നിങ്ങൾ പഠിക്കാൻ പറഞ്ഞാലും അവര് ഒരു വശത്ത് കയ്യിൽ മൊബൈൽ വെച്ചിട്ടായിരിക്കും ഇരിക്കുക. ഒന്ന് വായിക്കുമ്പോഴേക്കും അവർക്ക് തോണ്ടാൻ തോന്നും. കാര്യം ഇത് ബോറടിക്കുന്നുണ്ട്, ഇതിനൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ട്, ഇതിനൊരു ഒരു ഒരു ക്ലാരിറ്റി നമുക്ക് തരാനില്ലാത്തതുകൊണ്ട്. ശരിയാണോ? മനസ്സ് നാമത്തിൽ പിടിച്ചു നിർത്തൽ എളുപ്പമാണോ? ഉറക്കെ പറയൂ. അല്ല. ഈ ഒരു പ്രതിസന്ധി നമ്മൾ പരിഹരിക്കാതെ നാമം ചൊല്ലിയിട്ട് എന്താ കാര്യം? പറയൂ. അപ്പൊ നമ്മൾ വെറും യാന്ത്രികമായി ചടങ്ങുപോലെ കുറെ ആചരണങ്ങൾ കൊണ്ടു നടക്കുന്നു എന്നല്ലാതെ അതിൽ ആത്മാർത്ഥത കുറവില്ലേ? സത്യം പറയണം. ഫുൾ ആത്മാർത്ഥമായി മനസ്സർപ്പിച്ച് ചൊല്ലാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? എൻ്റെ കാഴ്ച പോകണോ? എനിക്ക് അറിയില്ല. എന്താ അവർ ആരും ഉണ്ടാവില്ല, ഇൻക്ലൂഡിങ് ഞാനും ഉണ്ടാവില്ല. ചില സമയത്ത് മൈൻഡിൽ പോവും. ഞാൻ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ കള്ളത്തരായിരിക്കും പറയാം. ചില സമയത്ത് മൈൻഡ് പോവും, എപ്പോഴും അല്ല, ചില സമയത്ത്. കാരണം മനസ്സിൽ ഒരുപാട് പ്രയോറിറ്റീസ്, മനസ്സിൽ ഒരുപാട് പ്ലാനിങ്, മനസ്സിൽ ഒരുപാട് ഐഡിയാസ്, മനസ്സിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളപ്പോൾ മനസ്സ് അതിലേക്കൊക്കെ പോകും. ഉണ്ടോ ഇല്ലയോ? അപ്പോൾ നിങ്ങൾ ഗുരുവായൂരിലേക്ക് പോകണം, ഒരുപാട് സാധനങ്ങൾ മേടിക്കണമൊക്കെ വെച്ചിട്ടാണ് പോയത്. പോകുന്ന വഴിക്ക് കടയിൽ നോക്കി
നിങ്ങൾ ആ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ തൊഴുതു വരുമ്പോഴും ഈ കാര്യങ്ങൾ എന്നെ എനിക്ക് ചിന്തിക്കും. ആണോ ഇല്ലയോ? അതാണ് മനസ്സെന്ന് പറയുന്നത്. മനസ്സിനെ ഒരു കാര്യത്തിൽ പിടിച്ചു വെക്കൽ അത്ര എളുപ്പമല്ല. പരീക്ഷത്ത് ആ സത്യം തുറന്നു പറഞ്ഞു. പരീക്ഷത്തൊരു കള്ളനായിരുന്നില്ല. നമ്മളൊക്കെ കള്ളത്തരം കാണിക്കുന്നവരാ. പരീക്ഷത്ത് ആത്മാർത്ഥമായി റിയലൈസ് ചെയ്തു. തന്റെ മുന്നിൽ നിൽക്കുന്ന മഹാന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് നാമം ചൊല്ലാൻ പറഞ്ഞാലും എന്റെ മനസ്സ് നാമത്തിലില്ല. ഞാനുള്ള യാഥാർത്ഥ്യമാണ് പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്കും ഇതിനൊരു ഉത്തരം തരാനില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വേദവ്യാസ മഹർഷിയുടെ പുത്രനായ ശ്രീശുക ബ്രഹ്മർഷി വരുന്നത്. അവധൂതനായി നടക്കുന്ന ശ്രീശുക ബ്രഹ്മർഷി. വ്യാസഭഗവാന്റെ പുത്രനാണ് ശ്രീശുക ബ്രഹ്മർഷി. അമ്മയുടെ വയറ്റിലിരിക്കുമ്പോൾ തന്നെ ആത്മസാക്ഷാത്കാരം നേടി എന്നാ പറയുന്നത്. അങ്ങനെ വളർന്നു വന്നപ്പം നടക്കാറായ പ്രായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ നിന്നൊരു ഇറക്കമാണ് കുട്ടി. വ്യാസഭഗവാൻ പുറകില് മോനെ നിൽക്കെന്നും പറഞ്ഞിട്ട്, ആ സമയത്ത് കുട്ടി കേട്ടില്ല, വൃക്ഷങ്ങൾ കേട്ടു എന്നാണ്. ആര്? വൃക്ഷങ്ങൾ കേട്ടു. അതെന്താ കേൾക്കാതിരുന്നത്? ആ കുട്ടിക്ക് അത്ര ഉറപ്പായിരുന്നു, ഞാൻ ആരുടെയും മകനല്ലാതെ. അപ്പൊ ആ മകൻ എന്നുള്ള ബന്ധത്തിൽ നിന്നും മാറി ഞാനൊരു പരമാത്മശക്തിയാണ്, അതിലേക്ക് അത്ര ഉയർന്നു പോയൊരു കുട്ടി. ഞാൻ ആരുടെയല്ല, ഞാൻ എല്ലാറ്റിലുമാണ്. നിത്യശുദ്ധ ബുദ്ധമുക്ത ബ്രഹ്മമാണ്. ആ ബോധം ഉറച്ചൊരു കുട്ടി. മനസ്സിലായില്ലേ? അത്ര ഒരു ആത്മസാക്ഷാത്കാരം അമ്മയുടെ വയറ്റിലിരിക്കുമ്പോൾ തന്നെ നേടിയ കുട്ടിയായിരുന്നു ആര്? ശ്രീശുകൻ. ആ ശ്രീശുകനാണ് പരീക്ഷത്ത് പ്രായോപവേശം ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നത്. എല്ലാവരും എണീറ്റു. പരീക്ഷത്ത് മഹാരാജാവ് എണീറ്റു. താനിരുന്ന ഇരിപ്പിടം ആ ശ്രീശുക ബ്രഹ്മർഷിക്ക് കൊടുത്ത് കാൽക്കൽ വീണ് പറഞ്ഞു, ഞാനൊരു വലിയ പ്രതിസന്ധി നേരിടുകയാണ്, ഞാനൊരു വലിയ കൺഫ്യൂഷനിലാണ്. എന്നോട് ഇവർ പറഞ്ഞു നാമം ചൊല്ലാൻ. എനിക്ക് 7 ദിവസമേ ആയുസുള്ളൂ. അതെനിക്കൊരു പ്രശ്നമല്ലേ, കാരണം ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് ശിക്ഷ വരും. പക്ഷെ എൻ്റെ മനസ്സിനോട് എനിക്കൊരു കൂറു പുലർത്തണം. ഇവരെന്നോട് നാമം ചൊല്ലാൻ പറഞ്ഞു, പക്ഷെ ഞാൻ നാമം ചൊല്ലുന്നതിൽ എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല, എനിക്ക് മനസ്സുറപ്പിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു സമസ്യ എനിക്ക് പരിഹരിക്കണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇന്നിപ്പോ എല്ലാവരും പറയണാണ്, കുട്ടികളോടൊക്കെ പറയണാണ്, ശ്രദ്ധിച്ചു പഠിക്കൂ അല്ലേ? എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് എന്ത്? ശ്രദ്ധിച്ചു കേൾക്കണം. പറയാറില്ലേ? ഉണ്ടോ? നിങ്ങളൊക്കെ വീട്ടിൽ പറയുന്ന ഒരു കാര്യമാണ് എന്ത്? ശ്രദ്ധയോടെ കേൾക്കണം. ആണോ? എന്നിട്ട് ഈ ശ്രദ്ധയോടെ കേൾക്കാൻ പറയുമ്പോൾ ശ്രദ്ധ വരണമെന്നുണ്ടോ? എന്നിട്ട് തന്നെ പച്ചക്കറി മേടിക്കാൻ പോയ ആൾ ബേക്കറി മേടിച്ചിട്ട് വരുന്നുണ്ടാവും. അല്ല മനുഷ്യ, നിങ്ങളോടല്ലേ ഞാൻ പച്ചക്കറിയെ മേടിക്കേണ്ടതെന്ന് പറഞ്ഞത്? അല്ലേ, ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ വിചാരിച്ചു ബേക്കറി ആയിരിക്കുന്നു. അങ്ങനെ മേടിക്കേണ്ട കാര്യം ഒന്നും, പിന്നെ മേടിച്ചു വരേണ്ടത് വേറൊന്നും. നിങ്ങൾ തന്നെ പലപ്പോഴും പലതും മേടിക്കാൻ പോയിട്ട് പോയ കാര്യം മറന്ന് വേറെന്തോ മേടിച്ചിട്ടുണ്ടാവും. അങ്ങനെ അബദ്ധം പറ്റാറില്ലേ? പറ്റാറുണ്ടോ? അപ്പം മനസ്സെന്ന് പറയുന്നതിനെ പിടിച്ചു നിർത്തൽ അത്ര എളുപ്പമല്ല. ഇവിടെയാണ് പരീക്ഷിത്ത് മഹാരാജാവ് ഈ ചോദ്യം ചോദിക്കുന്നത്. എങ്ങനെ ഞാൻ എൻ്റെ മനസ്സിനെ ഇവര് പറയുന്ന പോലെ നാമത്തിലും മറ്റും പിടിച്ചു നിർത്താൻ സാധിക്കും? അപ്പൊ അതിന് ഉത്തരം ആർക്കും കൊടുക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ആര് വരുന്നത്? ശ്രീശുക ബ്രഹ്മർഷി. ആ ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് ശ്രീമദ് ഭാഗവതം രൂപപ്പെടുന്നത്. ആ ചോദ്യം നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ഭാഗവതത്തിൽ പ്രഥമ സ്കന്ധത്തിൽ 19-ാം അധ്യായത്തിൽ 34-ാം ശ്ലോകം. അതൊരു വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ഇതിൽ നിന്നാണ് ഭാഗവതം രൂപപ്പെടുന്നത്. ഇതില്ലായിരുന്നെങ്കിൽ ഭാഗവതം ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഭാഗവതം രൂപപ്പെട്ടതെന്ന് നമുക്കിവിടെ കാണിച്ചു തരികയാണ് ശ്രീ വേദവ്യാസ മഹർഷി. തന്റെ പുത്രനോട് പരീക്ഷിത്ത് മഹാരാജാവ് ഒരു ചോദ്യം ചോദിക്കുന്നു. 37-ാമത്തെ ശ്ലോകം, 34 37. ചോദ്യം ഇതാണ്: അതപൃച്ഛാമി സംസിദ്ധിം യോഗിനാം പരമം ഗുരും. 19-37 പ്രഥമ സ്കന്ധം. യോഗികളിൽ വെച്ച് പരമഗുരുവായ ഏ മഹാഗുരു. ആദ്യത്തെ വരി എങ്ങനെയാണ്? പൃച്ഛാമി, ഞാൻ ചോദിക്കുന്നു. പുരുഷസ്യേഹ യത്
കാര്യം മ്രിയമാണസ്യ സർവത. ഇതാണ് ചോദ്യം. ആ ചോദ്യം അതിഗംഭീരമാണ്. സർവദാ, സർവദാ എന്നൊക്കെ സംസ്കൃതം പറഞ്ഞാൽ മനസ്സിലാവും ഇല്ലേ? സർവദാ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും. മ്രിയമാണസ്യ, മ്രിയം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം മരണം എന്ന അർത്ഥത്തിലല്ല. ഇവിടെ മരണം എന്ന അർത്ഥത്തിലല്ല. എപ്പോഴും മരിക്കില്ല ആരും. എപ്പോഴും മരിക്കുമോ? എപ്പോഴും ആരും മരിക്കില്ല. അപ്പൊ എന്തർത്ഥം എടുക്കണം? മരണതുല്യമായ. എന്താണ് മരണതുല്യം എന്ന് പറഞ്ഞാൽ? എന്താണ് അത്? പലപ്പോഴും പലരും പറയില്ലേ, എന്താണ് ചില സമയത്ത് കുട്ടികൾ പോലും പറയും, പരീക്ഷയുടെ തലേന്നൊക്കെ നല്ല ലോഡ് തലയിൽ എടുക്കണ്ടേ വരുമ്പോ പറയുന്ന വാക്കാണ്, ഇതിലും ഭേദം ചത്താ മതിയെന്നോ, ഇതിലും ഭേദം മരിച്ചാൽ മതിയെന്നോ. പറഞ്ഞു പോവില്ലേ? ചില സന്ദർഭത്തിൽ പറഞ്ഞു പോവില്ലയോ? അപ്പം ചില സമയങ്ങളിലൊക്കെ മനുഷ്യന് ജീവിതത്തോടൊരു മടുപ്പും വിരസതയും വരും. അപ്പം മ്രിയമാണസ്യ, മ്രിയം മരണതുല്യമായ അല്ലെങ്കിൽ വേദനാത്മകമായ, മനസ്സിലായില്ലേ? ഒരു വേദനാത്മകമായ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ യത് കാര്യം, അതിനെ മറികടക്കാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പൊ എന്താ ചോദ്യം? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ജീവിതത്തിൽ കടന്നു വരുന്ന വേദനാത്മകമായ അനുഭവങ്ങളെ എങ്ങനെ മറികടക്കും? അതിനെന്താണ് ചെയ്യേണ്ടത്? യത് കാര്യം പുരുഷസ്യേഹ യത് കാര്യം മ്രിയമാണസ്യ സർവത. ഇതാണ് ചോദ്യം. അപ്പൊ ശ്രീമദ് ഭാഗവതം പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത് ഈ ചോദ്യത്തിൽ നിന്നാണ്. ചോദ്യം എന്താണ്? ഇത് നിങ്ങൾ തലയിൽ വെക്കണം. എന്താ ചോദ്യം? മരണതുല്യമായ അഥവാ വേദനാത്മകമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ അതിനെ തരണം ചെയ്യാം, മറികടക്കാം? അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യത് കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്താണ്? നല്ല ചോദ്യമല്ലേ? നല്ല ചോദ്യമാണോ? ഈ കാലഘട്ടത്തിലും ഈ ചോദ്യത്തിനൊരു പ്രസക്തി ഉണ്ടോ? പറയൂ. ഉണ്ട്. ഇപ്പം നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത് കേവലം വിദ്യാഭ്യാസത്തിന്റെ ഒരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസവും ആത്മീയതയും നമുക്ക് മനസ്സിലാവണം. മനുഷ്യന്റെ ഈ ബ്രെയിൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വശത്ത് ഇന്റലക്ച്വൽ എഫിഷ്യൻസിയാണ്. ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ IQ പറയില്ലേ, ഇന്റലിജൻസ് കോഷൻ എന്ന് പറയും. അതായത് നമുക്ക് പല ഇൻഫോർമേഷനും പഠിച്ചെടുക്കാൻ, മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിക്ക് കഴിവുണ്ട്. എന്ത് ഇൻഫോർമേഷൻ നമ്മുടെ തലയിൽ കയറ്റി വയ്ക്കാം, അല്ലേ? ഉണ്ടോ ഇല്ലയോ? അതിനൊരു അറ്റമില്ല. എന്തൊക്കെ കാര്യം പഠിക്കണം ഒക്കെ പഠിക്കാം. ഇന്നാണെങ്കിൽ സാധ്യതകൾ കൂടി വരികയാണ്. എന്നാൽ ഒരു വശത്ത് നമുക്കൊരു EQ എന്നൊരു സാധനം, ഇമോഷണൽ കോഷ്യന്റ്, ഒരു വികാര മനസ്സുണ്ട്. ഉണ്ടോ? പറയൂ. വിദ്യാഭ്യാസം IQ-ന്റെയും വികാരങ്ങളൊക്കെ EQ ആണ്. ഇത് പരസ്പരം ഒരിക്കലും ഒരു ചേർച്ചയില്ലാതെ പോയാൽ, എത്ര വിദ്യാഭ്യാസമുള്ള ഒരാളായാലും ഇമോഷണലി ഒരാളെ താളം തെറ്റിച്ചാൽ അവിടെ തീർന്നു ജീവിതം. അതുകൊണ്ടാണ് ഡോക്ടർമാർ സൂയിസൈഡ് ചെയ്യുന്നത്, എഞ്ചിനീയേഴ്സ് സൂയിസൈഡ് ചെയ്യുന്നത്, പ്രൊഫഷണൽ ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നത്, IAS കാരനും IPS കാരനും സൂയിസൈഡ് ചെയ്യുന്നത്. കാരണം ഇന്റലക്ച്വലി അവർക്ക് നോളജ് ഉണ്ട്, പക്ഷെ ഇമോഷണലി അവര് ബാലൻസ്ഡ് അല്ല, സ്റ്റേബിൾ അല്ല. അവരേതെങ്കിലും ഒരു ട്രാപ്പിൽ പെട്ടുകഴിഞ്ഞാൽ അതോടുകൂടി ജീവിതം തീർന്നു. ഡിപ്രഷനിലേക്ക് പോകുന്നവരുണ്ട്. ഉണ്ടോ? അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് വെറും എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ട് ഒരാളുടെ ലൈഫ് സ്റ്റേബിൾ ആണ്, ഒരാളുടെ ലൈഫ് വളരെ സ്ട്രോങ് ആണെന്ന് കരുതരുത്. സ്ട്രോങ് ആണോ? പറയൂ നിങ്ങൾ. അപ്പൊ നമുക്ക് എഡ്യൂക്കേഷൻ മാത്രം പോരാ, ബുദ്ധിയിൽ ഇൻഫർമേഷൻ മാത്രം പോരാ, മൈൻഡിൽ ട്രാൻസ്ഫോർമേഷനും വേണം. എന്താ മൈൻഡിന്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ? മൈൻഡിന് ഇപ്പൊ നമുക്ക് സോളാർ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കാൻ പറ്റും. സോളാർ എനർജി നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആക്കും എന്നതുപോലെ നമ്മുടെ ഇമോഷനെ ഡിവോഷൻ ആക്കാനുള്ള കഴിവ് വേണം. ഒരു ഇമോഷണൽ കംപ്രഷൻ വന്നാൽ, ഒരു ഇമോഷണൽ ബാലൻസ് തെറ്റിയാൽ, ഒരു ഇമോഷണൽ ഡിപ്രഷൻ വന്നാൽ അതിനെ നമുക്ക്
ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു ഡിവോഷണൽ എക്സ്പ്രഷൻ ആക്കി മാറ്റാൻ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത്ര എളുപ്പത്തിൽ മാനസികമായി ഒരാള് താളം തെറ്റില്ല. അല്ലെങ്കിൽ സൂയിസൈഡ് കൂടിക്കൊണ്ടിരിക്കും. എന്താണ് സൂയിസൈഡിന് കാരണം? ഇമോഷണലി ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ. അത് ഒരു പക്ഷേ നഷ്ടത്തിന്റെ ഒരു പരാജയത്തിലായിരിക്കാം, ട്രാപ്പുകളായിരിക്കാം, ലവ് അഫെയർ ആയിരിക്കാം, ഫിനാൻഷ്യൽ ആയിരിക്കാം, പല റീസൺ ആയിരിക്കാം. പക്ഷെ എവിടെയോ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല തന്റെ പരാജയം, അല്ലേ? ഒന്നുകിൽ ബിസിനസ് പരാജയമായിരിക്കാം. ആണോ? പറയൂ. ഇപ്പൊ തന്നെ വരുമ്പോ പറയായിരുന്നു, ഒരാള് പാവം, ഒരു ലേഡി ഒരുപാട് സാധനങ്ങളൊക്കെ ഓണത്തിന് മാർക്കറ്റിൽ കൊണ്ടുവച്ചു, എല്ലാം വെള്ളത്തിൽ പോയി. അപ്പൊ ആലോചിച്ചൊക്കെ കുറെ ഇൻവെസ്റ്റ് ചെയ്ത് വെള്ളം കയറി എല്ലാം നശിച്ചു പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ പെട്ടെന്നുള്ള തോട്ട്സ് എന്താ വരിക? ചിലപ്പോൾ കടബാധ്യതയിലാണ് ഇതൊക്കെ ചെയ്തതെങ്കിൽ എന്നാ പിന്നെ ജീവിതം തീർത്തേക്കാം. ഇതിനൊന്ന് തിരിച്ചു കൊടുക്കാൻ ഒരു മാർഗം കാണാത്ത ഒരാൾ പെട്ടെന്ന് ചിലപ്പം വേണ്ടാത്തത് ചിന്തിക്കുവോ? ഇന്നത്തെ കാലഘട്ടത്തിൽ സഹായിക്കാൻ ആളുകളുടെ കുറവുള്ള ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുവോ? പറയൂ. പഴയ കാലത്ത് കൂട്ടുകുടുംബങ്ങളൊക്കെ ആയതുകൊണ്ട് ആരെങ്കിലുമൊക്കെ നല്ലത് പറഞ്ഞു കൊടുക്കാൻ വീടുകളിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങനെ ആരും അങ്ങനൊരു നല്ല ബന്ധങ്ങളുള്ളവർ വളരെ കുറവായി. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ കൂട്ടുകാരെന്ന് നോക്കി വലിയ വിചാരമൊന്നും വേണ്ട. ഒരു പ്രോബ്ലം വന്നാൽ ഒരു എണ്ണം കൂടെ ഉണ്ടാവില്ല. അതല്ലേ അവസ്ഥ. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഞാൻ ചാലക്കുടിയിൽ നിന്നായിരുന്നു. അപ്പൊ നിങ്ങൾക്കറിയാലോ ആതിരപ്പള്ളി വാട്ടർഫാള്, അവിടെ ഇടയ്ക്കിടയ്ക്ക് മരണം സംഭവിക്കും. ഈ പിള്ളേര് വെള്ളത്തിലേക്ക് ഇറങ്ങും, അവിടെ എവിടെയെങ്കിലും സ്ലിപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അടിയൊഴുക്കുണ്ടാവും എന്തെങ്കിലും അവിടത്ത്. അപ്പൊ ഒരു 2-3 പിള്ളേര് വന്ന് ഒരുത്തൻ വെള്ളത്തിൽ വീണ് മരിച്ചു. നോക്കണം, ആ ബാക്കിയുള്ളത് രണ്ടും ഉണ്ടല്ലോ, ആ കരയിൽ കിടന്ന് നെട്ടോട്ട് ഓടുക. എന്നാ ഈ സാധനം വെള്ളത്തിൽ വീണ് കിടക്കുന്നതിന് എങ്ങനെങ്കിലും ഇവർക്ക് നീന്തൽ അറിയില്ല എന്നുള്ള കാര്യം. അപ്പൊ അവര് റിസ്ക് എടുക്കാൻ തയ്യാറില്ല. മനസ്സിലായില്ല? ഇവരാണ് കൂട്ടുകാര്. എന്നിട്ട് ഒരുത്തൻ അവിടെ നിന്നിട്ട് ഒരുത്തനെങ്കിലും നാട്ടുകാരെ വിളിക്കാൻ ഓടണ്ടേ? ഇവൻ അവിടെ നിന്ന് വെറുതെ ബഹളം ഉണ്ടാക്കുക. അപ്പൊ എത്ര ആത്മാർത്ഥതയാണ് ഇവരുടെയൊക്കെ ബന്ധങ്ങളിൽ. നോക്കൂ നിങ്ങൾ. ഇതാണ് കുട്ടികൾ വലിയ ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഈ ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഹൃദയബന്ധമുള്ളവരുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ്. ആണോ? പണ്ടത്തെ കാലം. പക്ഷെ നമ്മൾ അതൊക്കെയാണ് കണ്ട് ഇതാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകൾ. ഇപ്പൊ തന്നെ നോക്കൂ, സുപ്രീം കോടതിയൊക്കെ പുതിയ റൂൾസ് ഉണ്ടാക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഫ്രണ്ട്ഷിപ്പാന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് ജീവിക്കും, ആമ്പിള്ളേരും പെമ്പിള്ളേരും. എന്നിട്ട് കുറെ കഴിഞ്ഞാൽ റേപ്പൊക്കെ കേസ് ഫയൽ ചെയ്യാൻ തുടങ്ങും. ഇല്ല, വായിക്കാറില്ലേ പത്രത്തിന്? അപ്പൊ ഇപ്പൊ സുപ്രീം കോടതി റൂൾസ് ഉണ്ടാക്കി, നിങ്ങൾ 3-4 കൊല്ലം ഒരുമിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് റേപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഫാമിലിയാണ്, നിങ്ങൾക്ക് ഫാമിലി സ്റ്റാറ്റസ് മാറണം. ഉണ്ടോ ഇല്ലയോ? ഈ പുതിയ പുതിയ റൂൾസ് ഉണ്ടാക്കേണ്ടി വരുന്നു. ആണോ? അപ്പൊ എവിടെയോ ബന്ധങ്ങൾ തകരുമ്പോൾ അത് പിന്നീട് വേറൊരു വാർത്തയാക്കി മാറ്റി ഒരാളെ എങ്ങനെ ടോർച്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളതാക്കി. ആണോ? ശരിയാണോ പറയുന്നത്? അപ്പൊ കോടതികൾക്ക് റൂൾസ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു, കോടതി നിയമങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ ഈക്വലൻ ടു മാരേജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 വർഷം ലിവിങ് ടുഗദർ ആണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി എ മാരേജ് എന്നുള്ള രീതിയിൽ കോടതി ഓർഡർ ചെയ്യാൻ തുടങ്ങി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇതൊക്കെ? കേട്ടിട്ടുണ്ടോ ഇതൊക്കെ? അപ്പൊ അത് എന്തുകൊണ്ടാണ് പറയുന്നത്? അല്ലെങ്കിൽ ഇവള് പറയാണ്, ഇവൻ എന്നെ റേപ്പ് ചെയ്തു, ഇവൻ ഇത്രയും കാലം എന്നെ ഫിസിക്കലി ടോർച്ചർ ചെയ്തു, മെന്റലി ടോർച്ചർ ചെയ്തു, ഇവന്റെ പേരിൽ പോക്സോ കേസ് അടിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഗവൺമെന്റിന്, അല്ലെങ്കിൽ ഗവൺമെന്റില്ല, കോർട്ട് തന്നെ ലോ ഉണ്ടാക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മെന്റലി മനുഷ്യൻ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് എന്താവില്ല? സ്റ്റേബിൾ ആവില്ല. സമ്മതിക്കുവോ? എത്ര പേര് സമ്മതിക്കും? അപ്പൊ ഈ കുട്ടികളൊക്കെ, വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു മെന്റൽ സ്റ്റെബിലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? എന്നിട്ട് നിങ്ങൾ എന്താ ഒരു കുന്തും ചെയ്യാത്തത്? അല്ല, എനിക്ക് അറിയാത്തോട് ചോദിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ ഒരു മെന്റൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി വല്ലതും ചെയ്യുന്നുണ്ടോ? അത് പറയുമ്പോൾ നിങ്ങൾ മൗനികളാണ്. വല്ലതും ചെയ്യുന്നുണ്ടോ? എനിക്ക് കാതും പോകുന്നു. ഒന്നുകിൽ ഇല്ല, അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയൂ. വല്ലതും ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു അവസ്ഥ നോക്കൂ. ഇനി നിങ്ങൾ പറയൂ, ആത്മഹത്യകൾ കൂടുകയോ കുറയോ? പറയൂ. എന്തുകൊണ്ട് കൂടും? കാരണം അവര് കടന്നു പോകുന്ന പല അനുഭവങ്ങളെയും
അതിനെ മറികടക്കാനുള്ള മനോബലം, ആത്മബലം അവരിൽ ഇല്ല. അപ്പൊ പിന്നെ ആത്മഹത്യ കൂടിയല്ലേ പറ്റുള്ളൂ. ഇതിനൊരു പരിഹാരം വേണ്ടേ? വേണോ? ഇതാണ് പരീക്ഷിത്ത് മഹാരാജാവിന്റെ ചോദ്യം. അതുകൊണ്ടാണ് ഭാഗവതം ഈ നൂറ്റാണ്ടുകളിൽ സർവൈവ് ചെയ്യുന്നത്. ഇത് ചോദ്യം എനിക്ക് കൃഷ്ണന്റെ കഥ പറഞ്ഞു തരൂ എന്നല്ല, അവതാര കഥ പറഞ്ഞു തരൂ നല്ല ചോദ്യം. ഒരാൾ മരണതുല്യമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ മറികടക്കാൻ അയാൾ എന്താണ് ചെയ്യേണ്ടത്? നോക്കൂ നിങ്ങൾ, ഞാൻ നുണ പറയണ്ടല്ലോ. അതിനാണ് നിങ്ങൾക്ക് ശ്ലോകം കാണിച്ചു തരുന്നത്. 19-ാം അധ്യായം 37-ാം ശ്ലോകം. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സപ്താഹങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ കുട്ടിക്കാലം മുതൽക്ക് കേട്ട സപ്താഹങ്ങളൊക്കെ സ്റ്റോറി ബേസ്ഡ് സപ്താഹങ്ങളായി. അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ ഒരു ധാരണ കൃഷ്ണന്റെ കഥയും രാമന്റെ കഥയും അയ്യപ്പന്റെ കഥ അല്ല, മറ്റു 10 അവതാരങ്ങളുടെയൊക്കെ കഥയാണ് ഭാഗവതം എന്നാണ്. അങ്ങനെയല്ലേ കരുതിയത്? ആണോ? എന്നാൽ ഇതൊരു ശരിക്കും മാനേജ്മെന്റ് ടെക്സ്റ്റാണ്. അതൊരു സൈക്കോളജിക്കൽ ടെക്സ്റ്റാണ്. ഇതെങ്ങനെ മൈൻഡിനെ എംപവർ ചെയ്യാം, മൈൻഡിനെ എങ്ങനെ സ്പിരിച്വലി നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നൊരു പുസ്തകം. പരീക്ഷിത്ത് മഹാരാജാവിന്റെ ചോദ്യം അതായിരുന്നു. പരീക്ഷിത്ത് ചോദിക്കുന്നത് കഥകൾ പറഞ്ഞു തരൂ എന്നല്ല, മനസ്സ് കടന്നു പോകുന്ന മരണതുല്യമായ അനുഭവത്തിൽ നിന്നും ഞാൻ എങ്ങനെ പുറത്തു കടക്കും, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നല്ല ചോദ്യമല്ലേ? എല്ലാവർക്കും വേണ്ട ചോദ്യമല്ലേ? ആണോ? ഇത് കേട്ടപ്പോൾ 2-ാം സ്കന്ധത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. അവിടെയാണ് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്നത്. ശ്രീശുക ബ്രഹ്മർഷി എവിടെ ഇരിക്കാറോ നിൽക്കാറൊന്നുമില്ല. അദ്ദേഹം ഇങ്ങനെ ഒരു അവധൂതനാണ്. അവധൂതൻ എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്തൻ. തോന്നുമ്പോൾ ഇരിക്കും, തോന്നുമ്പോൾ നടക്കും. അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് ദേശ സ്ഥലങ്ങളൊന്നും ഇല്ല. അവർക്കൊരു മൂഡ് വന്നാൽ അങ്ങോട്ട് പോവും, അവിടെ ഇരിക്കും, അവിടെ കിടക്കും. അവരൊരു ദേശാടന പക്ഷികളെ പോലെയാണ്. അങ്ങനെ പോകുന്നവരാണ് അവധൂതന്മാർ. എന്നാൽ പറഞ്ഞു ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട്, അങ്ങയുടെ ചോദ്യം കേട്ടപ്പോൾ എനിക്കിവിടെ ഇരിക്കണം തോന്നിയത്. അങ്ങയുടെ ചോദ്യമുണ്ടല്ലോ, വരിയാനേതേ പ്രശ്ന കൃതോ ലോകഹിതം കൃപ. എനിക്ക് വളരെ സന്തോഷമായി പരീക്ഷത്തെ. ഇത് ലോകത്തിന് മുഴുവൻ ഉപകാരം ചെയ്യുന്ന ചോദ്യമാണെന്നാണ്. ഈ ചോദ്യം അങ്ങയ്ക്ക് മാത്രമല്ല, ഈ ചോദ്യം ലോകത്തിന് മുഴുവൻ ലോകഹിതം എന്നാണ്. എന്താ വാക്ക്? ലോകഹിതം. ഞാൻ വായിക്കുന്നത് 2-ാം സ്കന്ധത്തിൽ 1-ാം അധ്യായത്തിൽ 1-ാം ശ്ലോകമാണ്. അങ്ങയുടെ ഈ ചോദ്യമുണ്ടല്ലോ, പ്രശ്നം മീൻസ് ക്വസ്റ്റ്യൻ. ലോകഹിതം നൃപ. ഇത് ലോകത്തിന് മുഴുവൻ ഹിതം ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യുമ്പോഴും അതുകൊണ്ട് ലോകത്തിന് എന്തെങ്കിലും ഹിതമുണ്ടാവണം. നമ്മൾ ആരായി മാറണം? നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെയായിരിക്കണം? ലോകത്തിന് ഹിതം ചെയ്യുന്നവര്. എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തിനാ അവതരിച്ചത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തിനാ അവതരിച്ചത്? എന്തുദ്ദേശത്തിൽ അവതരിച്ചത്? നിങ്ങൾ കൃഷ്ണന്റെ ഭക്തന്മാർ തന്നെയാണല്ലേ? കൃഷ്ണൻ എന്തിനു വേണ്ടിയിട്ടാണ് അവതരിച്ചത്? ഈ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. 2 നിങ്ങൾക്കറിയാം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. അതറിയില്ലേ? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം. അത് നിങ്ങൾ കേൾക്കാതിരിക്കില്ല. മഹാഭാരതം സീരിയൽ കണ്ടവരൊക്കെ ബൈഹാർട്ടാക്കി ഉണ്ടാവും അല്ലേ? പണ്ട് മഹാഭാരതം സീരിയല് ഈ ശ്ലോകങ്ങൾ കൃത്യം ചൊല്ലുമായിരുന്നു അല്ലേ? പരിത്രാണായ വലിയ ശബ്ദത്തില് സാധൂനാം വിനാശായ ദുഷ്കൃതാം. മഹാഭാരത സീരിയൽ കണ്ടവരുണ്ടോ? പണ്ട് എത്ര പേര് കണ്ടിട്ടുണ്ട് മഹാഭാരത സീരിയൽ? കുറെ കണ്ടിട്ടുണ്ട്. ഹിന്ദി ആണെങ്കിലും ഈ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം. അപ്പോ പറഞ്ഞു വരുന്നത്, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരം 3-ാം അധ്യായം ഗീതയില് ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. അപ്പൊ മനുഷ്യൻ എന്തിനാണ് ജീവിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഉണ്ടാവണം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് 3 വാക്കുകൾ നമ്മൾ പഠിക്കണം. എത്ര? 3 വാക്കുകൾ. രാവിലെ എണീറ്റാൽ ഈ 3 വാക്കുകളും നിങ്ങളുടെ തലയിലുണ്ടാവണം. ആദ്യം നമുക്ക് കൃഷ്ണൻ എന്താ പറഞ്ഞു നോക്കാം. അവിടെ എനിക്ക് തോന്നുന്നു 23-ാമത്തെ ശ്ലോകമാണോ കൃത്യം എനിക്കറിയില്ല. ഭഗവാൻ ആസ്ഥിതോ ജനകാദയ
ലോകസംഗ്രഹമേവാഭി സമ്പശ്യൻ കർത്തും അർഹതി എന്നൊരു ശ്ലോകമുണ്ട്. ആർക്കെങ്കിലും ആ ശ്ലോക നമ്പർ പറഞ്ഞുതരാൻ പറ്റിയ നന്നായിരുന്നു. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതോ ജനകാദയ. ലോക 23 കറക്റ്റാണ്. ഞാൻ 23 അല്ല 28 20 ഓക്കെ 28 അല്ല 20 തന്നെയാണ്. 20th എന്താ പറയുന്നത്? കർമ്മണ ഏവ സംസിദ്ധിം. കർമ്മത്തിലൂടെ, കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എന്നാണ്, അല്ല മരിച്ചവർക്കുള്ള കർമ്മമല്ല. കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, അതായത് നമ്മൾ ചെയ്യുന്ന അനുഷ്ഠാനം. ഈ പ്രവൃത്തിയിലൂടെ മാത്രമേ ഒരാൾക്ക് സംസിദ്ധി പറഞ്ഞാൽ ഉയർച്ച, അഭിവൃദ്ധി. പ്രവൃത്തിയിലൂടെ മാത്രമേ ഉയർച്ചയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പ്രാർത്ഥനയില്ല. വാസ്തവത്തിൽ ഹിന്ദുമതം ഒരു പ്രാർത്ഥനയുടെ മതമല്ല. ഹിന്ദുമതം ഒരു പരിശീലനത്തിന്റെ മതമാണ്, സാധനയുടെ മതമാണ്. നിങ്ങൾ എത്ര സാധന അനുഷ്ഠിക്കുന്നു അത്ര നിങ്ങളുടെ മനസ്സിന് ഈശ്വരീയത വരും. എത്ര നിങ്ങൾ സാധന അനുഷ്ഠിക്കുന്നോ അത്ര ദൈവീകത വരും. എത്ര സാധന അനുഷ്ഠിക്കുന്നോ അത്ര നിങ്ങൾക്ക് ഗുരുത്വവും മഹത്വവും സമത്വവും വരും. സാധനയാണത്. അതല്ല നിങ്ങൾ പ്രാർത്ഥിച്ചു പോകുന്നുവെങ്കിൽ എല്ലാം അവിടെ തന്നെ കിടക്കും. കാരണം നിങ്ങളുടെ മനസ്സിനനുസരിച്ച് ജീവിതം വരൂ. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ വിഷമത്തിലാണെങ്കിൽ ഏതിൽ ശ്രദ്ധ വയ്ക്കുന്നോ ഈ ശ്രദ്ധയാണ് നമ്മളെ മാഗ്നറ്റ് ചെയ്യുന്നത്. മനസ്സിലൊരു മാഗ്നറ്റിസം ഉണ്ട്, മനസ്സിനൊരു കാന്തികതയുണ്ട്, ഒരു അട്രാക്ഷൻ ഉണ്ട്. ഈ അട്രാക്ഷൻ എപ്പോഴും അതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസിനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് വൈബ്. ഏതിൽ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടോ യോയ ശ്രദ്ധ സയേവ ഭവതി, തദേവ ഭവതി. അതുകൊണ്ടാണ് നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതൊക്കെ അത് തന്നെയാണ്. ഇപ്പൊ ഞാൻ കഷ്ടകാലം വരുമോ? കഷ്ടകാലം തന്നെ വരുള്ളൂ. അവർക്ക് കഷ്ടകാലം ഒഴിഞ്ഞ സമയം ഉണ്ടാവില്ല. ഞാൻ തോറ്റുവോ പരീക്ഷ ചെയ്ത് തോറ്റിട്ടേ ഉണ്ടാവുള്ളൂ. അതിന് ഓൾറെഡി എൻ്റെ മനസ്സ് ശ്രദ്ധ തോൽവിയിലാണ് നിൽക്കുന്നത്. എന്നാൽ ഞാൻ വരുന്നിടത്ത് വെച്ചോ കൺട്രോളാന്നുള്ള രീതിയിൽ അത് ചിലപ്പം പാസ്സാവും ചെയ്യും. നോക്കൂ, നല്ല പഠിക്കുന്ന കുട്ടികൾ തോൽക്കുന്നു, കുറച്ച് ഉഴപ്പന്മാർ രക്ഷപ്പെടുന്നു. ഈ പഠിക്കുന്ന കുട്ടി എന്തുകൊണ്ടാണ് തോറ്റു പോകുന്നത്? കാരണം പഠിക്കുന്ന കുട്ടികൾ പഠിച്ച് ഇത് തലയിൽ കയറി തോൽക്കോ. ആ സമയത്ത് പരീക്ഷ ഹാളിൽ വെച്ച് പഠിച്ചതെല്ലാം അത് മറന്നുപോയി. വല്ലതും എഴുതി വെച്ചാലല്ലേ. മറ്റവൻ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട് കണക്ക് തന്നെ. അവന് ടെൻഷനില്ലാത്തതുകൊണ്ടോ അവന് ചിലപ്പോൾ കൃത്യമായി എല്ലാം. ഒരു ടെൻഷനുള്ള മനസ്സിൽ വേണ്ടതൊന്നും എന്താ ഒന്നും മിണ്ടാത്തത്. ഇവിടെ സ്ത്രീകൾ അമ്മമാരാണല്ലോ കൂടുതൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാല് തിളച്ച് പോകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം പാല് പാത്രം എടുത്ത് വെക്കാൻ. അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? എന്നാൽ വീട്ടിൽ ആരെങ്കിലും അയ്യോ പാല് തിളച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യാറിയോ? ആ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കും. ആ ടെൻഷനൊക്കെ കൂടി നിങ്ങൾ പാൽപാത്രം അങ്ങനെ ചെയ്തിട്ടുള്ളവരെ സത്യം പറയണം, നോണ പറയരുത്. എത്ര പേര് കൈ അധികം പൊക്കട്ട, കാരണം കൂടുതൽ അതാണുള്ളത്. ഞാൻ നിങ്ങളെ ചിരിപ്പിക്കല്ല. കാരണം ആ ടെൻഷൻ തലയ്ക്ക് കയറിയാൽ പിന്നെ നമുക്ക് എന്താണ് ശരി എന്താ തെറ്റൊന്നും അറിയില്ല. ആണോ അല്ലയോ? ഞാനൊരു വീട്ടിൽ സപ്താഹത്തിന് താമസിക്കാൻ പോവുകയാണ്. അപ്പം അവിടെ സപ്താഹത്തിന് ഒരു വീട്ടിൽ ഇപ്പം ഇവിടെ വന്ന് താമസിക്കുന്ന പോലെ. അപ്പം അവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നു. അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസം. അവരോട് ഒരു സ്വാമിജി ഇത് കുറച്ച് കാലം ഉപയോഗിച്ചിട്ട് ആ ബാത്റൂം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഇത്തിരി സ്ലിപ്പറി ആയിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം പണ്ട് അവരുടെ അമ്മ താമസിച്ച അപ്പം അണ്ടതയിലോ പിണ്ടതയിലോ എന്തൊക്കെ തൈലം തേച്ച് കുളിച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഒരു അംശങ്ങൾ ഉണ്ടാവുന്നു. ഇതും പറഞ്ഞാൽ അമ്മ ബാത്റൂം ഇതാ കിടക്കണോ, വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ. എല്ലാവരും കൂടി പിടിച്ച് എണീപ്പിച്ചു പാവത്തിന്. അപ്പൊ എന്നോട് പറയാം, സ്വാമി ഇങ്ങനെ വീഴാതിരിക്കാനാണ് ഞാൻ കാണിച്ചു തന്നതെന്ന്. ഇനിയിപ്പോ അതല്ലേ പറയാന്നുള്ളത്. വീട് എഴുതിട്ട് എന്ത് പറയുന്ന ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തന്നെ അങ്ങനെയാണ് വീഴുക. ആ കിടക്കണ പത്തവും.
അപ്പം മനസ്സുണ്ടല്ലോ, എത്രയൊക്കെ നമുക്ക് അറിവുണ്ടെങ്കിലും നമുക്കൊരു ടെൻഷൻ വന്നാൽ ചിലപ്പോൾ നമുക്ക് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അബദ്ധങ്ങളായിരിക്കും ചെയ്തത്. ആണോ? ശരിയാണോ? ഭയം വന്നാൽ, ഇപ്പൊ ആക്സിഡന്റ് ഒക്കെ വരുമ്പം അത് സിവിയർ ആക്സിഡന്റ് ആയി മാറുന്നത് എന്തുകൊണ്ടാണ്? വണ്ടി കൺട്രോളിൽ നിന്ന് പോയി കണ്ടാൽ പിന്നെ ഉള്ള ആക്സിലേറ്ററാണ് കൊടുക്കുന്നത്. പിന്നെ ആ സമയത്ത് ബ്രേക്ക് എവിടെയാണ്, ക്ലച്ച് എവിടെയാണ്, ഗിയർ എവിടെയാണ്, ഒരു പിടിയില്ല. ആകെ ഉള്ളത് കിട്ടുന്നിടത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കാറാണെങ്കിൽ ആക്സിലേറ്റർ ആയിരിക്കും കാല് നിൽക്കുന്നുണ്ടാവുക, അതിനിപ്പുറത്ത് ബ്രേക്ക്, അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല, ആഞ്ഞ് ചവിട്ടുകയാണ്. അല്ലേ? ശരിയല്ലത്? ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, എവിടെയാണ്, കോഴിക്കോട് ജില്ലയിൽ ഒരുത്തൻ ബസ് കൊണ്ട് അടിച്ച് ഡിവൈഡറിൽ അടിച്ചിട്ട് മരിച്ച വാർത്തയൊക്കെ വായിച്ചില്ലേ? അപ്പൊ എന്ത് സ്പീഡിൽ അവൻ കൺട്രോൾ പോയത്. ആ സമയത്ത് ബോധം ഉണ്ടാവില്ല, ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവിടെയൊക്കെയാണ് നമുക്ക് മനസ്സിലാവേണ്ടത്, മനസ്സ് നമ്മുടെ കൺട്രോളിൽ നിന്നും കൈവിട്ടു പോവാ, അല്ലേ? അപ്പൊ ഇവിടെ പറയാണ്, ഒരു മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? 3 കാര്യങ്ങളാണ്. നിങ്ങളിത് ശ്രദ്ധിക്കണം. നമ്മൾ എന്തിനാ ഭൂമിയിൽ വന്നത്? നിങ്ങൾ എന്തിനാ ഭൂമിയിൽ വന്നത്? എന്താ ഉത്തരം? നിങ്ങളോട് തന്നെ ചോദിക്കണം, ഞാൻ എന്തിനാ ഭൂമിയിൽ വന്നത്? ഇതിനൊരു ഉത്തരം വേണ്ടേ? എന്തിനാ വന്നത്? ഒന്നും പറയണ്ട സ്വാമി, പെട്ടുപോയി, അല്ലെങ്കിൽ വന്നുപോയി. ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഒരു പെൺകുട്ടി എന്നോട് പറയാ, ഈ അമ്മയോട് ചോദിക്കുന്നു, എന്തിനാ എന്നെ പ്രസവിച്ചതെന്ന്. ഞാൻ എന്ത് ചെയ്യാനാണ് എന്നെ പ്രസവിച്ചത്? ഞാൻ ഉത്തരവാദിയാണോ? അപ്പൊ നമ്മൾ എന്തിനാ ഭൂമിയിൽ വന്നത്? നമ്മൾ ഭൂമിയിൽ വന്നത് എപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം. ഈ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് സയന്റിഫിക്കലി നിങ്ങൾ മനസ്സിലാക്കിയാൽ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് സയന്റിഫിക്കലി. ഇപ്പൊ നമ്മളെന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ശരീരം വളർന്ന് 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 അതിന്റെ വളർച്ച നിന്ന് അത് ശുഷ്കിച്ച് ഒരു ദിവസം അത്, നിങ്ങൾ കാണുന്ന പ്രക്രിയ ഞാൻ പറയുന്നത്, അത് എങ്ങോട്ട് പോവും? ഉത്തരം നിങ്ങൾ പറയണം. എങ്ങോട്ട് പോവും ഈ ശരീരം? മണ്ണിലേക്ക് പോവും. അതെന്താ മണ്ണിലേക്ക് പോകാൻ കാരണം? മണ്ണിൽ നിന്ന് വന്നതാണ്. ഇത് പഠിക്കാൻ പുസ്തകം വേണോ? പറയൂ, വേണ്ട. ഇതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ശ്വാസം നിങ്ങൾ നോക്കി, മരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ മരണം സംഭവിക്കുമ്പോൾ ഉള്ളിലുള്ള ശ്വാസം എങ്ങോട്ട് പോവും? പുറത്തുള്ള അന്തരീക്ഷ വായുവിലേക്ക് പോകും. കാരണം ഓക്സിജൻ അതെന്നാ വരുന്നത്, അല്ലേ? ആണോ? അപ്പൊ അതെന്താ അന്തരീക്ഷത്തിലേക്ക് പോകാൻ കാരണം? കാരണം അന്തരീക്ഷത്തിലെ ഓക്സിജനാണ് നമ്മൾ എടുക്കുന്നത്. ആണോ? തിരിച്ച് അതിലേക്ക് തന്നെ പോകും. ഇത് മനസ്സിലാവുമോ? ഇനി ശരീരത്തിൽ ചൂട് എങ്ങോട്ട് പോകും? അത് അന്തരീക്ഷത്തിലെ ചൂട് തന്നെ, അതെന്നാ വരുന്നത്. ആണോ? ആണോ? അതിലേക്ക് പോകും. ഈ ശരീരത്തിലെ വെള്ളത്തിന് എന്ത് സംഭവിക്കും? ഞാൻ ഇന്നലെ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, അതും എവിടെ നിന്നാണോ വന്നത് അതിലേക്ക് പോകും. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ഒരു നിയമം എന്നാൽ ഏതിൽ നിന്ന് വന്നുവോ, അപ്പൊ വന്നത് പൂർണ്ണതയിൽ നിന്നാണ്. അന്തരീക്ഷത്തിലെ വായു പൂർണ്ണമാണ്. ഭൂമിയെ നിങ്ങൾ പൂർണ്ണതയിൽ കാണുക, ജലത്തെ നിങ്ങൾ പൂർണ്ണമായി കാണുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇത് വന്നത് ഏതിൽ നിന്ന് വന്നു? ഉറക്കെ പറയണം, പൂർണ്ണത. ഇതുപോലെ നമ്മുടെ മനസ്സിനും ഒരു പൂർണ്ണത കൈവരിക്കാനുണ്ട്. എന്തുണ്ട്? ഇല്ലേ? മനസ്സിനും ഒരു, ഉറക്കെ പറയൂ, പൂർണ്ണത കൈവരിക്കാനുണ്ട്. ആ പൂർണ്ണത എന്താണ് എന്ന് ചോദിച്ചാൽ, ഏത് പരിമിതമായി വരുന്നതും, ഏത് ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സാധനം വരുന്നതും സയൻസിന്റെ തിയറി പ്രകാരം ഒരു ഇൻഫിനിറ്റ് എനർജിന്നേ വരാൻ പറ്റുള്ളൂ. ഐൻസ്റ്റീൻ്റെ E=mc² എന്ന അത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മാസ് എന്നത് എനർജി, ഒരു ഇൻഫിനിറ്റ് എനർജിയുടെ മാനിഫെസ്റ്റേഷൻ ആണോ? അതല്ലേ ഐൻസ്റ്റീൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ഒരു പൂർണ്ണതയുടെ ഭാഗമാണ് ഏത് പരിമിതമായ ശക്തിയും. ആണോ? അപ്പൊ മനസ്സിനും ഒരു പൂർണ്ണത കൈവരിക്കാനുണ്ടോ? ഉറക്കെ പറയണം. ഈ പൂർണ്ണതയാണ് ഭാരതീയര് ബ്രഹ്മം എന്ന് വിളിച്ചത്. എന്താണ് ബ്രഹ്മം? ബ്രഹ്മം എന്നാൽ ബൃഹത്തായത്, ബൃഹത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായത്. അപ്പം മനസ്സിനും ഒരു പൂർണ്ണതയുണ്ട്. ഇപ്പോൾ നമുക്ക് ആ പൂർണ്ണതയെക്കുറിച്ചൊന്നും അറിയില്ല. ഏതുപോലെ? ഓടിന്റെ മുകളിന്ന് അല്ലെങ്കിൽ ഷീറ്റിന്റെ മുകളിന്ന് ഒരു തുള്ളി വെള്ളം താഴെ വീഴുന്നു, മഴ പെയ്യുന്നു.
ആ മഴത്തുള്ളിക്ക് അറിയില്ല എനിക്കൊരു കടലെന്ന പൂർണ്ണത കൈവരിക്കാനുണ്ടെന്ന്. അറിയോ? എന്നാൽ ആ തുള്ളിക്ക് എവിടെ എത്താം? കടലിലെത്താം. അപ്പൊ അത് ഒഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തോട്ടിലെത്തി, പുഴയിലെത്തി, അവസാനം സാഗരത്തിലെത്തി. എത്തുവോ? അവർക്ക് പറയണം. ഇതുപോലെ നമ്മളും മനസ്സിനോട് പറയണം, നിനക്കും ഒരു പൂർണ്ണത കൈവരിക്കാനുണ്ട്, ഒരു ബ്രഹ്മപ്രാപ്തിയുണ്ട്. എന്തുണ്ട്? ഉണ്ടോ ഇല്ലയോ? ഏത് പരിമിതമായതും തിരിച്ച് പൂർണ്ണതയിലേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ മനസ്സിനും എന്ത് കൈവരിക്കാനുണ്ട്? ഉണ്ടോ ഇല്ലയോ? അവർക്ക് പറയൂ. അതിനെയാണ് ബ്രഹ്മം എന്ന് പറയാം. എന്താണ്? ഭാരതീയ ഋഷിവര്യന്മാർക്ക് നല്ല ബോധ്യമുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്? ബ്രഹ്മപ്രാപ്തിയാണ്. എന്താണ്? ഇപ്പൊ രാവിലെ നമ്മളോട് പറയണം, നീ എന്തിനാ ഭൂമിയിൽ വന്നത്? ബ്രഹ്മപ്രാപ്തി. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളൊക്കെ നാരായണീയം വായിക്കുന്നവരല്ലേ? നാരായണീയത്തിലെ 1-ാമത്തെ ശ്ലോകം, 4-ാമത്തെ ശ്ലോകം എടുത്തു നോക്കുക. ഇതാ പറയുന്നത് ഭട്ടതിരിപ്പാട്. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. അസ്പഷ്ടം സ്പഷ്ടല്ല, അത് സ്പഷ്ടല്ല. എന്താണ് ആ പൂർണ്ണത എന്നുള്ളത്? സ്പഷ്ടം അസ്പഷ്ടം സ്പഷ്ടമത്രേ. എന്നാൽ നിങ്ങൾക്ക് പൂർണ്ണത കൈവരിക്കാനുണ്ടെന്ന സ്പഷ്ടത വന്നാൽ സ്പഷ്ടമത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം. പുരുഷാർത്ഥം ഒരാള് കൈവരിക്കേണ്ടത് എന്താന്ന് മനസ്സിലായി? ധർമ്മ അർത്ഥ കാമമോക്ഷം. പുരുഷാർത്ഥാത്മകം എന്താണത്? ബ്രഹ്മതത്വം. എന്താണത്? ആ ബ്രഹ്മതത്വത്തെ കൈവരിക്കണം. അത് തന്നെയാണ് സാക്ഷാൽ ഗുരുപവനപുരേ ഭാതി പ്രകാശിക്കുന്നത്. അപ്പൊ ശ്ലോകം ഇങ്ങനെയാണ്. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം. തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനം. അല്ലേ? ബ്രഹ്മതത്വം ഗുരുപവനപുരേ ഭാതി. അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇന്ന് മുതൽ മറക്കരുത്, ദിവസവും നമ്മൾ ഓർമ്മിപ്പിക്കണം. എന്തിനാ ഭൂമിയിൽ വന്നത്? ബ്രഹ്മപ്രാപ്തി. എന്തിനാണ്? പൂർണ്ണത കൈവരിക്കാൻ. അങ്ങനെ ഒരു മന്ത്രം നമുക്കുണ്ടോ? പൂർണ്ണതയെക്കുറിച്ചുള്ളൊരു മന്ത്രം ഏതാണ്? പൂർണ്ണമത. ചൊല്ലു. ഇതെല്ലാവരും ഡെയിലി ചൊല്ലണം. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദശ്യതേ. നിങ്ങൾക്ക് ആർക്കും ദുഃഖം വേണമെന്നില്ലല്ലോ ജീവിതത്തിൽ? വേണോ? എത്ര പേർക്ക് ദുഃഖം വേണം? കൈവെക്കൂ. ആർക്കും വേണ്ട. ദുഃഖം വേണ്ട എന്ന് പറഞ്ഞാൽ കൈവെക്കരുത്. ദുഃഖം വേണമെന്ന് പറഞ്ഞപ്പോൾ ചിലർ അറിയാതെ കൈവെക്കി. ദുഃഖം നിങ്ങൾക്ക് ആർക്കും തരേണ്ട കാര്യം. ആരും നിങ്ങളെ ദുഃഖത്തിലാണ്. ആരാ ദുഃഖത്തിൽ ഇല്ലാത്തത്? ഇനിയിപ്പോ നിങ്ങൾക്ക് ദുഃഖമില്ല പറഞ്ഞാൽ തന്നെ അതന്നെ ഒരു തോണയാണ്, അല്ലേ? ദുഃഖമില്ലാത്തവരായി ആരുമില്ല. എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഓരോ ഇന്ദ്രിയവും ആരോഗ്യത്തോടു കൂടി ഇരിക്കണം, അല്ലേ? നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് മുട്ടിനൊരിക്കലും വേദന വരരുതെന്നാണ്, ഇല്ലേ? നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആ ശരീരത്തിന് ഒരു രോഗവും വരരുതെന്ന്. അങ്ങനെ ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? ഉണ്ടോ? കുറെ കഴിഞ്ഞ സ്പെയർ പാർട്സുകളൊക്കെ കേടുവരും. ഇന്നിപ്പോ പിന്നെ കുറെയൊക്കെ സ്പെയർ പാർട്സ് മാറ്റിവെക്കാം, മുട്ട് മാറ്റിവെക്കാം, ഓരോ അവയവങ്ങളൊക്കെ മാറ്റിവെക്കാനുള്ള ശസ്ത്രക്രിയയൊക്കെ വന്നു. ഇനിയിപ്പോ പറയുന്നത് ഹൃദയം മാറ്റിവെക്കാന്നാണ്. അത്രയും പന്നിയുടെ ഹൃദയം വെക്കാന്നാണ്. സ്വഭാവം അല്ലെങ്കിലേ അതാണ്. ഇനിയിപ്പൊ അതും കൂടി മാറ്റിവെക്കേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ലേ? ഇങ്ങനെ ഞാൻ പന്നി എന്ന് പറഞ്ഞാൽ ചീത്തവാക്കായിട്ടല്ല, തിന്നെ കഴിക്കന്നെ, ഇല്ലേ? ഒരു ലക്കും ലകാനും ഇല്ല എന്താ കഴിക്കണത് എന്നുള്ളത്. അപ്പൊ ഫ്രിഡ്ജും കൂടി വന്നപ്പോ ഇങ്ങനെ തന്നെ പണി, ഇല്ലേ? ശരിയല്ലത്? അപ്പോ നമ്മൾ ഓൾറെഡി അതാണെങ്കിൽ ഇനിയിപ്പൊ അതിന്റെ ഒരു ഹൃദയം കൂടി വെക്കേണ്ട ഒരു കാര്യമില്ല. ഇനി കുറെ കഴിഞ്ഞാൽ അതിന്റെ ഹൃദയം വെച്ചാൽ പേര് വിളിക്കാൻ എളുപ്പമാണ്.
മനുഷ്യന്. മനസ്സിലായി? സാധാരണ തൃശ്ശൂർക്കാരായി പന്നി എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. മനസ്സിലായില്ല? അവരാണ് ആ ഭാഷ ചീത്തവാക്ക് ഉപയോഗിക്കുക. ഇനി കോമൺ പോട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ ഇന്ന് ഞാൻ പോവുള്ളൂ. ബ്രഹ്മപ്രാപ്തി. പറയൂ. അതാണ് നമുക്ക് നേടേണ്ടത്. ഇനി നിങ്ങൾ മെനക്കെട്ടാൽ കിട്ടുകയും ചെയ്യും, അത് കൈവരിക്കും പറ്റും. അങ്ങനെ കൈവരിച്ചവരാണ് നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനമനേക മുക്താവലി ബ്രഹ്മസിന്ധു. ഭട്ടതിരിപ്പാട് പറയുകയാണ്, അനേക മുക്താവലി. എത്രയോ ആളുകള്, പരിശ്രമം ചെയ്ത ആളുകള് അവരെന്ത് ചെയ്തിട്ടുണ്ട്? ബ്രഹ്മസിന്ധോ നിർലീനം. ബ്രഹ്മസിന്ധുവിൽ നിർലീനമാണ്. നിർലീനം എന്ന് പറഞ്ഞാൽ ഒക്കെ മനസ്സിലാവില്ലേ? നിർലീനം എന്ന് പറഞ്ഞാൽ അലിഞ്ഞു ചേർന്നുണ്ട്. എവിടെ അലിഞ്ഞു ചേർന്നത്? ബ്രഹ്മസിന്ധു. എവിടെ? അപ്പൊ ബ്രഹ്മസിന്ധുവിൽ നിർലീനമായി എന്ന് പറഞ്ഞാൽ എന്താ ജീവിതത്തിന്റെ ലക്ഷ്യം? കണക്ട് ചെയ്യണം നിങ്ങള്. ബ്രഹ്മസിന്ധുവിൽ അവരൊക്കെ നിർലീനമായി എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ബ്രഹ്മപ്രാപ്തിയല്ലേ? ആണോ? നിങ്ങൾ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന വായിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട്? വായിച്ചിട്ടുണ്ട് ശരിക്കും? അതിൽ അവസാന ഭാഗത്ത് പൂന്താനം പറയുന്നൊരിതുണ്ട്, കർമ്മമശേഷമൊടുങ്ങുമ്പോൾ, കർമ്മങ്ങളൊക്കെ ഒടുങ്ങിക്കഴിഞ്ഞാൽ ജീവനും കുതിക്കുന്നു ബ്രഹ്മത്തെ കണ്ടിട്ട് ബ്രഹ്മസായുജ്യം കൈവരും അപ്പോഴേ. അങ്ങനെ ഒരു വരിയുണ്ടോ? ഉണ്ടോ? ബ്രഹ്മസായുജ്യം കൈവരും അപ്പോഴേ. അപ്പൊ ഓരോ മനുഷ്യർക്കും മെനക്കെട്ടാൽ ഏത് കിട്ടും? ഏത് കിട്ടും? ബ്രഹ്മസായി. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ബ്രഹ്മപ്രാപ്തി. അത് ഡെയിലി നമ്മൾ ഓർമ്മിപ്പിക്കണം. ഞാൻ എന്തിനാ ഭൂമിയിൽ വന്നത്? പിച്ചും പേയും പറയാനല്ല, ചൊറി മാന്താനല്ല. മനസ്സിലായില്ലേ? മറ്റുള്ളവരുടെ കുറ്റവും കുറവും എന്ന് പറഞ്ഞിരിക്കാനല്ല. ഞാൻ വന്നത് എന്തിനാണ്? ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടി. ആ ബോധം എത്ര പേർക്ക് ഇപ്പം കിട്ടി? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇത് നിങ്ങൾ രാവിലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചാലല്ലോ, എന്ത് തന്നെ വീട്ടിൽ ആര് ബഹളം വെച്ചാലും ബ്രഹ്മപ്രാപ്തി. ഞാൻ ഒരു ബഹളത്തിനുമില്ല, ഞാൻ ഒരു ചൊറി പറയാനുമില്ല, ഒരു അലവലാതിയല്ല, ആവലാതിയില്ല. ഇല്ലേ? എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇത് തലേ കയറിയ ഈ ജന്മം നിങ്ങൾ തളരില്ല. ആർക്ക് നിങ്ങൾ തളരാം? ഞാൻ നുണ പറയില്ല. ആരും നിങ്ങൾക്ക് ഉറപ്പായി. ലക്ഷ്യം ഉറച്ചാൽ ബാക്കി എളുപ്പമാണ്. കാരണം നമുക്ക് ലക്ഷ്യം ഉറപ്പില്ല എന്താണ്. എന്നാൽ ഇപ്പൊ ഈ ബ്രഹ്മപ്രാപ്തി എന്നൊക്കെ പറഞ്ഞാലും വലിയ പിടിയൊന്നുമില്ല. എന്താണ് ഈ ബ്രഹ്മപ്രാപ്തി എന്നൊന്നും അത്ര എളുപ്പം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഇത്രയും മനസ്സിലാക്കുക, ഒരു തുള്ളി വെള്ളം യഥാഗച്ഛതി സാഗരം, ആകാശാൽ പതിതം തോയം യഥാഗച്ഛതി സാഗരം. ഇത്രയും ഓർക്കുക. ഗീതയിൽ 2-ാം അധ്യായത്തില് കൃഷ്ണൻ 72-ാമത്തെ ശ്ലോകമാണ്. കൃത്യം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും ശ്ലോകങ്ങളൊക്കെ. അവിടെ പറയും, ഏഷാ ഭ്രാമീ സ്ഥിതി പാർത്ഥാനൈനം പ്രാപ്യ വിമുഖ്യതി. കറക്റ്റാണോ? 72 ഏഷാ ഭ്രാമീ സ്ഥിതി പാർത്ഥാനൈനം പ്രാപ്യ വിമുഖ്യതി സ്ഥിത്വാസ്യാമന്തകാലേപി ബ്രഹ്മനിർവാണം മൃച്ഛതി. നിങ്ങൾ നോക്കൂ, നിങ്ങൾ അന്തകാലേ ബ്രഹ്മനിർവാണം. എന്താ പറഞ്ഞത്? ബ്രഹ്മനിർവാണം. അപ്പൊ മനുഷ്യൻ കൈവരിക്കുന്നത് എന്താണ്? ബ്രഹ്മനിർവാണം എന്ന് പറഞ്ഞോളൂ, അല്ലെങ്കിൽ മോക്ഷം എന്ന് പറഞ്ഞോളൂ, ഏത് വാക്ക് ഉപയോഗിച്ചോളൂ. ഞാൻ അതിന് ചുരുക്കി നിങ്ങൾക്ക് പറഞ്ഞൊരു വാക്കാണ് ബ്രഹ്മപ്രാപ്തി. ഈ ബോധം ഉറപ്പിച്ചു നിർത്തണം, അണ്ടർലൈൻ ചെയ്തു വെക്കണം. എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം നിങ്ങൾ ഈ പതുക്കെ പറഞ്ഞാൽ എൻ്റെ തലയിൽ കയറില്ല. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് പറയിക്കുന്നത്. നിങ്ങൾ പറയും തോറും നിങ്ങളുടെ ഉള്ളിൽ ഉറക്കിയത്, അല്ലെ എനിക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങളിപ്പം വിചാരിക്കും ഞാനിതൊക്കെ മനസ്സിലായി, ഇത് ഓർമ്മയിൽ ഉണ്ടാവില്ല. നാളെ രാവിലെ ആകുമ്പോൾ വീണ്ടും ചൊറി പറയാൻ തുടങ്ങും. കാരണം ശീലിച്ചതേ പാടുള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് ബ്രഹ്മൊന്നും ഓർമ്മ, നിങ്ങൾക്ക് ഭ്രമം ഓർമ്മ വരും, വേറെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടല്ലോ? അതുകൊണ്ട് രാവിലെ തന്നെ നമ്മളെ തട്ടി ഉണർത്തി പറയണം. ഉത്തായ ബോധവ്യം നമ്മളെ ഓർമ്മിപ്പിക്കണം. എന്താണ്?
നീ ഈ ഭൂമിയിൽ വന്നത് ഈ ഭാഗത്തുള്ളവർ പറയില്ല, നിങ്ങളെന്താ കുഴക്കട്ട കഴിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? പറയൂ, എന്തിനു വേണ്ടിയാ? ബ്രഹ്മപ്രാപ്തി. പറയൂ, ഉറച്ചോ? ഒന്നുകൂടി ഉറപ്പിച്ചു പറയാം, ബ്രഹ്മപ്രാപ്തി. ഇതാണ് എൻ്റെ ജീവിതത്തിൽ നേടേണ്ടത്. ഇതിനാണ് നമ്മൾ ഭൂമിയിൽ വന്നത്. കാരണം ഏതിൽ നിന്ന് വന്നോ അതിലേക്ക് പോകണം. ഇത് പ്രകൃതി, ഇത് സയൻസാണ്.